ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ. കർത്താവായ യേശു ക്രിസ്തു നമ്മെ അനുഗ്രഹിക്കട്ടെ. പുറപ്പാട് പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ, എന്നാൽ യഹോവ മിസ്രൈമ്യർക്കും ഇസ്രായേലിയർക്കും മധ്യേ വ്യത്യാസം വയ്ക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഇസ്രായേൽ മക്കളിൽ യാതൊരു മനുഷ്യൻ്റെയോ മൃഗത്തിൻ്റെയോ നേരെ ഒരു നായ് പോലും നാവ് അനക്കുകയില്ല. ഒന്നുകൂടി വായിക്കാം, ശ്രദ്ധിക്കുക. പുറപ്പാട് പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ, എന്നാൽ യഹോവ മിസ്രൈമ്യർക്കും ഇസ്രായേലിയർക്കും മധ്യേ വ്യത്യാസം വയ്ക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഇസ്രായേൽ മക്കളിൽ യാതൊരു മനുഷ്യൻ്റെയോ മൃഗത്തിൻ്റെയോ നേരെ ഒരു നായ് പോലും നാവ് അനക്കുകയില്ല. സ്തോത്രം. മിസ്രൈമ്യ ഭവനങ്ങളിലെല്ലാം മരണദൂതൻ ആദ്യജാത സംഹാരം മനുഷ്യരിലും മൃഗങ്ങളിലും നടത്തുമ്പോൾ ഇസ്രായേൽ ഭവനങ്ങളിൽ ആർക്കും ഒരു നാശവും ചെയ്യുവാൻ ദൈവം സമ്മതിച്ചില്ല. ഏതൊരു നാശവും ഇസ്രായേലിയർക്ക് ദൈവം വരുത്തിയില്ല. മാത്രമല്ല, ദൈവത്തിൻ്റെ പരിപൂർണ സംരക്ഷണത്തിൽ കീഴിലായിരുന്ന ഇസ്രായേലിയരെ നോക്കി കുരയ്ക്കുവാൻ ഒരു പട്ടി പോലും ധൈര്യപ്പെട്ടില്ല. ഇസ്രായേലിയർക്ക് ദൂത സംരക്ഷണ കാവലുണ്ടായിരുന്നു. ഞാൻ പറയുന്നതല്ല ഇത്, ഇസ്രായേലിന്റെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ ജീവനുള്ള വചനമാണ് പറയുന്നത്. അത് ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ് എഴുതി വച്ചിരിക്കുന്നത്. നമുക്ക് തോന്നും പോലെ ഒന്നും പറയുവാൻ കഴിയത്തില്ല. ഇസ്രായേലിനെ നോക്കി കുരയ്ക്കുവാൻ ഒരു പട്ടി പോലും ധൈര്യപ്പെട്ടില്ല. ഇപ്പോൾ ഇസ്രായേലിയർക്ക് എതിരെ ശബ്ദിക്കുന്നവർ കുരയ്ക്കുന്ന പട്ടികളാണ്. ഇസ്രായേൽ വിരോധികളെല്ലാം കുരയ്ക്കുന്ന പട്ടികളാണ്. ഇത്തരക്കാർ സാത്താന്റെ തന്ത്രങ്ങളിൽ വസിക്കുന്ന നായ്ക്കളാണ്. ഇസ്രായേലിന് എതിരെ ആരും ഒന്നും പറയരുത്. പറയുന്നവർ നായ്ക്കളെന്നാണ് ദൈവത്തിൻ്റെ വചനം ഇവിടെ പറയുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ